ആദ്യം ഇവിടെ ഇത് തന്നെ. ബാ. ഒന്ന് അനങ്ങാതെ കിടക്കാൻ. തീരൂത്. ഈ ഒരു ബാൻഡേജ് ഇട്ടാണ് നീ ചാവാൻ പോകുന്ന പോലെ കിടന്ന് കരയണേ? നിന്നെ എനിക്ക് പണ്ടേ അറിയാവുന്നല്ലേ രോമാഞ്ചേ. വേറൊന്നും കൊണ്ട് പറയല്ല, ഇവനെ പോലത്തെ ഒരു പേടിത്തൊണ്ട ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. നിന്നെ വല്ല സൈക്കിളാണോ നിന്നിച്ചത്? നോ, കാറാ. അത് തന്നെ എന്നെ കൊണ്ടുവന്നേ. എടാ, ഇന്റേണലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ഒരു ബുദ്ധിക്കുറവ് പോലെ. വണ്ടി ഇടിച്ചപ്പോഴാണ് നിന്റെ ബുദ്ധി തെളിഞ്ഞത്. ആട്ടെ, നിന്നിടിച്ച ഡ്രൈവർ എന്തി? ഒരു വെങ്കൊച്ച ആ കോറിഡോറിൽ എവിടെയെങ്കിലും കാണും. നിന്റെ ജാതകത്തിൽ ഇപ്പൊ സ്ത്രീ മൂലം ആപത്തൊന്നും ആയിരിക്കും. ഏതായാലും ഞാൻ ആ കുട്ടിയൊന്ന് കണ്ടിട്ട് വരാം. നിനക്ക് ചോദിക്കാൻ ആൾക്കാരെ അറിയട്ടെ. ആ, ഇവിടെയാ. ഞാൻ വിചാരിച്ചു നീ മയ്യത്തായെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഒരിക്കൽ കൂടി അവൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ആദ്യത്തേതുപോലെ അൺഅനൗൺസ്ഡ്, അൺഎക്സ്പെക്റ്റഡ്. ഹായ്. ഹായ്. ടെൻഷൻ അടിക്കണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല. ആക്ച്വലി അവൻ ഈ കണ്ടീഷനിൽ ഇവിടെ എത്തിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എക്സ്ക്യൂസ് മീ. അല്ല, നോർമലി ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആരും നിർത്താറില്ലല്ലോ. ലിസൺ, ദിസ് ഇസ് മൈ നമ്പർ. വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. ഞാനിവിടെ തന്നെ ഉണ്ടോ. ഐ കൻ ടേക്ക് യുവർ നമ്പർ. എന്തിനുണ്ട് ഞാൻ വിളിച്ചറിയിക്കാം. താങ്ക് യു. ഞാൻ വിളിച്ചോളാം. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നല്ലേ? യൂഷ്വലി അങ്ങനെയല്ലേ ആൺകുട്ടികൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാറ്? ഞാൻ വെറുതെ പറഞ്ഞതാ. ഗോ ഓൺ. എന്താ ചോദിക്കാനുള്ളത്? അത് തന്നെ ചോദിക്കാനുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടില്ലേ? കഴിഞ്ഞ മാസം നമ്മൾ UB-സീറ്റിൻ്റെ അടുത്ത് വെച്ച് കണ്ടിരുന്നു. നിങ്ങൾ എനിക്ക് ടാക്സി ഓഫർ ചെയ്തിരുന്നു. ഐ റിമെമ്പർ യു. ഓഫ് കോഴ്സ്, യെസ്. ഇപ്പോൾ ഓർമ്മ വന്നു. ദാറ്റ് വാസ് യു. അതല്ല, എന്തോ ഒരു ഫീലിംഗ്. നമ്മൾ അതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടില്ലേ?